ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നലെ രാത്രി കാണിച്ച പ്രൊമോയ്ക്ക് ആധാരമായ സംഭവങ്ങൾ ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക, എല്ലാം ത്യജിക്കാൻ തയ്യാറുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ബിഗ് ബോസിലെ അംഗങ്ങളെല്ലാവരും കൂടി ഒരു പേര് നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ വന്ന പേര് ആദില നൂറയാണ്. അങ്ങനെ ആദില നൂറ മനസ്സില്ലാ മനസ്സോടുകൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, നിങ്ങളെല്ലാം ത്യജിക്കാൻ തയ്യാറാണോ? അപ്പോൾ അവർ പറയുന്നു, അതെ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാം. അതായത് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് അടുത്ത ആഴ്ച നിങ്ങളുടെ മത്സരാർത്ഥികളിൽ നിന്നും 3 ഫാമിലിയെ കടത്തിവിടാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആരെയൊക്കെ ഫാമിലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ ആദിലയും നൂറയും പറയുന്നു, ഒരു ഫാമിലി രേണുസുതി, മറ്റൊന്ന് റെന ഫാത്തിമ, പിന്നൊന്ന് അപ്പാനി ശരത്ത്. കാര്യം ഇവർ 3 പേരും ഭയങ്കര ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇവർ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അടുത്ത ആഴ്ച അവരെ കൊണ്ടുവരാം എന്ന് ബിഗ് ബോസ് സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്ന 750 പോയിൻറ്റ് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. അങ്ങനെ 750 ലക്ഷറി പോയിൻറ്റ് നിങ്ങൾ വേണ്ടെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദിലയും നൂറയും ഒരുപാട് ആലോചിച്ച പറയുന്നു, ഞങ്ങൾക്ക് പോയിൻറ്റ് വേണ്ട, പകരം അവരെ കൊണ്ടുവന്നാൽ മതി. ഭക്ഷണവും വസ്ത്രവും പോയിൻറ്റും എല്ലാം നമുക്ക് പിന്നെയും ഗെയിം കളിച്ച് ടാസ്ക് കളിച്ച് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അടുത്ത ആഴ്ച ഇവരുടെ 3 പേരുടെയും ഫാമിലി ആ വീട്ടിൽ വരികയാണെങ്കിൽ അത് ഒരുപാട് മെമ്മറികൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയായിരിക്കും. കാര്യം ബിഗ് ബോസ് പോലെ ലോകം മൊത്തം കാണുന്ന ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഫാമിലിയെ കൂടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരിക്കും. ഭക്ഷണവും ഉടുപ്പും അതുപോലെ തന്നെ മറ്റ് ലക്ഷറി പോയിൻറ്റും എല്ലാം വീണ്ടും നമുക്ക് ഗെയിം കളിച്ചും ടാസ്ക് കളിച്ചൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത്തരം മനോഹരമായൊരു മുഹൂർത്തം പിന്നെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 750 പോയിൻറ്റ് വേണ്ട, പകരം ഇവരുടെ 3 പേരുടെയും ഫാമിലിയെ ഈ വീട്ടിൽ അടുത്ത ആഴ്ച എത്തിച്ചാൽ മതി എന്ന് ആദിലയും നൂറയും പറയുകയാണ്. ബിഗ് ബോസ് അല്പസമയം ഒന്ന് മൗനമായിരുന്നതിന് ശേഷം വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ശരി ഞങ്ങൾ എന്നാൽ ചർച്ച ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും ഇറങ്ങി ആ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും അവരെ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു മനോഹരമായ കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ലക്ഷറി പോയിൻറ്റിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒന്നും പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്ത ആദിലയ്ക്കും നൂറയ്ക്കും 100-ൽ 100 മാർക്കെന്നാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ പറയുന്നത്. എന്തായാലും മനോഹരമായൊരു നിമിഷമായിരുന്നു അത്. ലൈവ് കണ്ടവർക്കറിയാം, അടിപൊളിയായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടുകാരെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം. നിലവിൽ അവർ എടുത്ത തീരുമാനം, ആദിലയും നൂറയും എടുത്ത തീരുമാനം എന്തായാലും പ്രശംസനീയം തന്നെയാണ്. അവർ നല്ല രീതിയിൽ തന്നെയാണ് അത് സംസാരിച്ചത്. പ്രത്യേകിച്ച് ആദിലയ്ക്കും നൂറയ്ക്കും വലിയ രീതിയിലുള്ളൊരു കയ്യടി അർഹിക്കുന്നു. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.